ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഷ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആസാമിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. കാടയുണ്ടോ? കാട ഇറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. പെറൂർ മാങ്സോ, അതായത് നമ്മുടെ അവിടെ പറന്ന് നടക്കുന്ന അപ്രാവില്ലേ, അപ്രാവും നമ്മുടെ വാഴക്കൂമ്പും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും എന്നൊക്കെ തോന്നുമായിരിക്കും. ഇവിടെ എനിക്ക് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ആദ്യം തോന്നിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ട്രൈ ചെയ്യണമല്ലോ. ഇവിടെ വന്ന സമയത്ത് മറ്റേ ഇറച്ചിക്കടയിൽ കോഴികളെ കൂട്ടിലിട്ടിരിക്കുന്ന പോലെ ഇതിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് എങ്ങനെ ആൾക്കാർ കഴിക്കുമെന്നൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ല. എന്താണെന്ന് അറിയത്തില്ല. എനിക്കെങ്ങനെയെങ്കിലും ട്രൈ ചെയ്താൽ മതിയെന്നേ ഉള്ളൂ. ഇത് കഴിക്കാൻ പറ്റുമോ, ഇനി കഴിക്കുമോ? ഇല്ല, ഇനി കഴിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഇവിടുത്തെ ബഡ്ജറ്റാണ്. ഞാൻ പണക്കാരനാണ്. എനിക്ക് സാപ്പിടാൻ പറ്റിയ വില പിടിച്ച ഫുഡുകൾ കൊണ്ടുപോവാ. ദോശ, പുട്ട്, കടല അങ്ങനെയൊന്നും വേണ്ട. ഓൺലൈനായിട്ട് നോക്കിയപ്പോൾ കണ്ട വിലയല്ല, ഇവിടെ വന്നപ്പോൾ മെനുവിൽ വില കൂടുതലാണ്. കുഴപ്പമില്ല അല്ലേ, ഇനി ഇങ്ങനെ ഞാൻ പൈസ മുടക്കില്ലല്ലോ. ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. റൈസ് ആൻഡ് പിജിയൻ വിത്ത് ബനാന ഫ്ലവർ. നല്ല ടേസ്റ്റ് ഗൈസ്, ചിക്കൻ പോലെ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. കറിയും നല്ല ടേസ്റ്റ്, മീറ്റും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മറ്റേ കാടക്കോഴി അല്ലെങ്കിൽ ആ ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ്. ഓക്കെ, ബൈ.